ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് ക്ലേയും കുറച്ച് ടിഷ്യൂ പേപ്പറും കുറച്ച് പശയൊക്കെ ഉപയോഗിച്ചിട്ട് കിഡിലും ബോട്ടിലായിട്ടാണ്. നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ആദ്യം നമ്മൾ ഇതിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലേ. ടിഷ്യൂ പേപ്പർ എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് നമ്മുടെ പശയിൽ കുറച്ച് വെള്ളം നല്ല നീട്ടിയെടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് പശയും കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളവും സമാസമം ചേർക്കണമെന്നാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒട്ടിയിരുന്നോളും. അത് നല്ലതുപോലെ ആ കുപ്പി ഫുൾ കവർ ചെയ്ത് ഒട്ടിക്കുക. എന്നിട്ട് കുറച്ച് നേരം ഉണങ്ങാൻ വയ്ക്കണം. അത് കഴിഞ്ഞ ഉടനെ തന്നെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ നോക്കരുത്. അത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമ്മൾ വൈറ്റ് കളർ അക്രലിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ബ്രഷ് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാടായിരിക്കും. സ്പോഞ്ചാണ് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ബോട്ടിൽ ഫുള്ളായിട്ട് ഒരു കോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ക്ലേ ആണിത്. ഞാനൊരു ഹോം മെയ്ഡായിട്ട് ചെയ്തെടുത്ത ക്ലേ ആണ്. ആ ക്ലേയിൽ നിന്ന് കുറച്ചെടുത്ത് അത് ക്ലേ ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പൗഡർ നമ്മൾ ഫ്ലോറിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത് അതിന് മുമ്പ് കുറച്ച് പൗഡർ ഇട്ടിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ അത് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ പൂവിൻ്റെ തണ്ടില്ലേ, ആ തണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഏത് രീതിയിൽ ഉണ്ടാക്കണമെങ്കിലും ചെയ്യണമെങ്കിലും ആ രീതിയിൽ ചെയ്തെടുക്കാം. അതിനടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലീഫാണ്. ലീഫിന് വേണ്ടിയിട്ട് കുറച്ച് വലിച്ച് ക്ലേ എന്ന് വെച്ചാൽ കയ്യിൽ വെച്ച് പരത്തിയെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കൊരു കുഴൽ കണക്ക് നമ്മുടെ PVC-യുടെ പൈപ്പൊക്കെ ഇല്ലേ, ചെറിയ പൈപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് നമ്മുടെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നുണ്ടല്ലോ, പരത്തുന്ന കണക്ക് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ആ ലീഫും ആ തണ്ടും ഒക്കെ കൂടി എടുത്തിട്ട് നമ്മളത് കളർ ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ ലൈറ്റ് ഗ്രീൻ കളർ അക്രലിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. പെയിൻറ്റ് യൂസ് ചെയ്ത് നല്ലതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് അതിനകത്ത് പെയിൻ്റ് എടുത്ത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ പെയിൻറ്റിങ്ങും പരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ തറയിലൊരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഫ്ലോറിലൊക്കെ വീടിന് ഭയങ്കര പാടാണ് ഇത് പോകാൻ വേണ്ടി. നല്ല അനുഭവം ഉള്ളതുകൊണ്ട് പറയുവാണ്, നല്ല കിട്ടിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. നമ്മുടെ ബോട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും നമുക്ക് കളർ ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ ചെയ്യാം. ഞാനിവിടെ ഒരു മജന്ത കളറാണ് നമ്മുടെ പൂവിന് വേണ്ടി കൊടുക്കുന്നത്. ഇനി നമുക്ക് ബോട്ടിലേക്ക് ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് നേരത്തെ ഉണങ്ങാൻ വെച്ചിരുന്ന ബോട്ടിലാണിത്. നല്ല സൂപ്പർ സുന്ദര കുട്ടപ്പനായിട്ട് നമുക്ക് ബോട്ടിലൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഉണങ്ങിയാൽ മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരേ കാര്യങ്ങൾ ഇതിനകത്ത് ഒട്ടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒട്ടിക്കുന്ന ക്ലേയും ആ പശയും കൂടി ഇരുന്നിട്ട് ആ ന്യൂസ് പേപ്പറല്ല, ടിഷ്യൂ പേപ്പറില്ലേ, ആ ടിഷ്യൂ പേപ്പറുമായിട്ട് ഇങ്ങനെ ഇളകി പോരും. അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് അമർത്തരുത്, നമ്മുടെ ക്ലേയുടെ ഷേപ്പ് പോകും. ക്ലേ ഉണങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒട്ടിക്കാൻ ശ്രമിക്കണം. സോപ്പ് ക്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം എടുക്കും ഇത് ഒട്ടാൻ. ഒരു മണിക്കൂർ അടുപ്പിച്ച് നമുക്കിത് ഒട്ടാൻ സമയമെടുക്കും. പക്ഷേ നമ്മൾ മറ്റു ക്ലേകൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്ലേ വെച്ചാണ് നിങ്ങൾ ഒരു ബോട്ടിലോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ക്ലേ മോൾഡ് ചെയ്തെടുത്ത് നിങ്ങൾ ഏത് ഷേപ്പിലേക്കാണ് വേണ്ടത് ആ ഷേപ്പിലേക്ക് ആക്കി എടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മൾ കുപ്പിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടത്തില്ല ബോട്ടിലോട്ട്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ ആരും കമൻറ്റ് ബോക്സിൽ വരരുത്. വേണ്ടിയാണ് പറയുന്നത്.
ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഈ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് കാണുകയാണെങ്കിൽ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കാം.